തോന്നുന്നു നമ്മുടെ രാജ്യത്ത് തന്നെ ഈ തന്ത്രവിദ്യകൾ തന്നെ പല താന്ത്രിക വിദ്യകളുണ്ട്. ഇപ്പോൾ കേരളത്തിലെ താന്ത്രിക വിദ്യ അല്ല ഉത്തരേന്ത്യയിലുള്ളത്. ഉത്തരേന്ത്യയിൽ തന്നെ വ്യത്യസ്തമായ താന്ത്രിക വിദ്യകൾ ഒക്കെ മനു സൂചിപ്പിച്ച ഇപ്പോൾ ശൃംഗേരി മഠത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ശങ്കരാചാര്യരുടെ കാര്യമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ. അല്ല, ഇതിൽ വേറൊരു കാര്യം കൂടി വരികയാണ്. പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനെതിരെ വെക്കുന്ന ഒരു വലിയ കാര്യം OBC-കൾക്ക് ആവശ്യമായ പരിഗണന കിട്ടുന്നില്ല എന്നുള്ളത്. അതിനെ കൗണ്ടർ ചെയ്യാനായി BJP ഉയർത്തുന്ന ഒരു കാർഡ് ഞങ്ങളുടെ പ്രധാനമന്ത്രി തന്നെ ഒരു പിന്നോക്ക വിഭാഗക്കാരനാണ് എന്നതാണ്. അദ്ദേഹം ഈ ഗാഞ്ചി തെലി എന്ന് പറയുന്ന ഒരു വിഭാഗം, മോദി എന്ന ഈ സർനെയിമുള്ള ഒരു വിഭാഗത്തിൽ പെട്ടയാളാണല്ലോ. അപ്പൊ ഏതായാലും അതിനെ സംബന്ധിച്ച് അത് OBC ഈ 1994 ആണ് ആയത് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള തർക്കങ്ങൾ ഒരു വശത്തുണ്ട്. പക്ഷേ ഏതായാലും അദ്ദേഹം പ്രൊജക്ട് ചെയ്യപ്പെടുന്നത് ഒരു OBC നേതാവെന്ന്. അപ്പൊ അങ്ങനെ ഒരാൾ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ കടക്കുന്നത് കൊണ്ട് തെറ്റ് എന്നത് ഒരുപക്ഷെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അത് കേരളത്തിലെ ഇന്ത്യയിലെ വലിയൊരു വിഭാഗം പിന്നോക്ക വിഭാഗക്കാരുടെ പിന്തുണ പ്രധാനമന്ത്രിക്ക് കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലേക്ക് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് മോഹൻ ഭഗവത് പക്ഷേ അദ്ദേഹം മറാത്തിയിലെ ഒരു കർഹദെ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. അതേസമയം ആനന്ദിബെൻ പട്ടേൽ അവർ ബ്രാഹ്മണല്ല, ഒരു പട്ടേൽ സമുദായത്തിൽപ്പെട്ട ആളാണ്. പിന്നെ ഒരു സ്ത്രീ അപ്പൊ ആനന്ദിബെൻ പട്ടേൽ നമുക്കറിയാം പ്രധാനമന്ത്രിയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് മാറിയ സമയത്ത് ആനന്ദിബെൻ പട്ടേലിനാണ് ചുമതലകൾ കൊടുക്കുന്നുണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വേണം എന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ ആനന്ദിബെൻ പട്ടേലിനാണ് സ്വാഭാവികമായും അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി. പിന്നീട് ഈ പട്ടേൽ പ്രക്ഷോഭം വരുന്ന ഘട്ടത്തിലാണ് അവരെ മാറ്റണമെന്നുള്ള വളരെ ശക്തമായ ആവശ്യം വരികയും അത് വിജയ് റുബാനിയിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പം പിന്നീട് അവർ ഉത്തർപ്രദേശിന്റെ ഗവർണറാകുകയോ ഒക്കെ ചെയ്യുന്നു. അപ്പം ഈ ഒരു ഇത് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ ആളുകൾക്കൊപ്പം ചെയ്യുന്നു എന്നത് അദ്ദേഹം വരുത്തി തീർക്കുന്നു. ഇത് ഒരു ഹൈന്ദവ ഇതിൽ ഒരു ജാതി അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണ മേൽക്കോയ്മയൊക്കെ തകർക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ ഒരു ശ്രമം നടക്കുന്നു എന്നത് വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ നേട്ടം. അപ്പോൾ എന്തായാലും കോൺഗ്രസ് പറയുന്നത് ശരിയാണ്, ഇതിനെ ഒരു രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ BJP ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം, അതോടൊപ്പം തന്നെ അതിഥികളെ ക്ഷണിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസ് ആരോപിക്കുന്നത് ഇത് BJP-യും RSS-ഉം രാഷ്ട്രീയ പദ്ധതിയാക്കി മാറ്റുന്നു എന്നുള്ളത് തന്നെയാണ്. അവിടെ